ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു നിഷ സ്ട്രീംസ്. പിന്നതേ ഞങ്ങളൊരു സഞ്ചാരത്തിലാണിങ്ങനെ. സഞ്ചാരം എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ട്രാഫിക് വഴി നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്പലത്തിലോട്ട് പോകാനുള്ള കാരണം ഇന്നെൻ്റെ മഹത്തായ പിറന്നാൾ ആകുന്നു. മുരളീകൃഷ്ണന്റെ ജന്മദിനം, ബർത്ത് സ്റ്റാർ വൈസ് ഇന്നാണ്. തൃക്കേട്ട എന്ന് പറയുന്ന നാളുടെ അന്ന് ജനിച്ച എൻ്റെ പിറന്നാളാകുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസിഡൻ്റ്ലി ഇന്നും നാളെയാണ്. ഇന്ന് പിറന്നാളും നാളെ ബർത്ത്ഡേ ആണ്. അങ്ങനെയാണ് വരുന്നത്, അടുപ്പിച്ചടുപ്പിച്ചാണ് വരുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും തോന്നുന്നില്ലേ? ഏജ് ഒന്നും പറയില്ല, പിറന്നാളിന് ഏജ്. അത് ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിൽ പോയിട്ട് ഒന്ന് വീട്ടിലും പോയി എന്താ പായസമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ പായസമൊക്കെ മേടിച്ച് ഞങ്ങളും കഴിച്ച് വീട്ടിലും കൊടുത്തിട്ട് ഞങ്ങൾ റിട്ടേൺ ആവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഇൻഫോ പാർക്കിൻ്റെ ട്രാഫിക്കിൽ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചിക്കു മാഡമാണ് ഡ്രൈവിംഗ്. എന്നെ ഇന്ന് അമ്പലത്തിൽ ഞാൻ കൊണ്ടുപോയേ പറ്റൂന്ന് പറഞ്ഞങ്ങനെ രാവിലെ എൻ്റെ ഇന്ന് കീയൊക്കെ തട്ടിപ്പറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം. നമുക്ക് എന്താ പറയുക, വഴിയെ കാണാം. ഓക്കെ, വിഷ് മീ ഹാപ്പി ബർത്ത്ഡേ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കുറേ നേരം അമ്പലത്തിൽ ഇരുന്നു കേട്ടോ. അമ്പലത്തിൽ ഞാൻ പായസത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എല്ലാ തിങ്കളാഴ്ച അമ്പലത്തിൽ വരാറുണ്ട്. തൃക്കാക്കര പോകുമ്പം ഭയങ്കര മനസ്സിലൊരു സമാധാനം, സന്തോഷം. മുരളിയേട്ടനെയും കൊണ്ട് അമ്പലത്തിൽ വന്നിട്ട് കുറേ നാളായി. ഞാൻ എല്ലാ മണ്ടേയും ഒറ്റയ്ക്കാണ് പോവാറ്. അപ്പം ഇന്ന് മുരളിയേട്ടനെയും കൊണ്ട് വന്നു. അപ്പം ഞാൻ കൊടുത്ത മാലയൊക്കെ ചാർത്തി കണ്ടപ്പോൾ ഞാൻ മുരളിയേട്ടനോട് പറഞ്ഞു, എനിക്ക് നിർവൃതി അടഞ്ഞു അവിടെ നിന്നപ്പോൾ. പിന്നെ അവിടെ നിന്ന് ബ്ലാങ്ക് ആയി പോയതൊക്കെ മുരളിയേട്ടനോട് പറയുമായിരുന്നേ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന് അമ്പലത്തിൽ നിന്നപ്പം. കൃഷ്ണൻ്റെ അവിടെ, ശിവന്റെ അവിടെ നിന്ന് കുറേ നേരം തൊഴുതു. അങ്ങനെ പായസമൊക്കെ മേടിച്ച് ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോവാണേ. ബർത്ത്ഡേ പോയ എന്തെങ്കിലുമൊക്കെ പറയൂ. ഞാനൊന്നും എന്താ പറയാ, എൻ്റെ ഭക്തിയുടെ ലെവലൊന്നും ആ റേഞ്ചിൽ എത്തിയിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയുന്നത് അതായിരിക്കാം. എനിക്ക് അങ്ങനെ അങ്ങ് സന്തോഷമില്ല എന്നല്ല ഞാൻ പറയണത്. നമുക്ക് എന്താ പറയുന്ന ഒരു നിർവൃതി അടയൽ ആ റേഞ്ചിലൊന്നും ഞാൻ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ്, അല്ലാതെ കളിയാക്കുന്നതൊന്നുമല്ല. എനിക്ക് ഇതുവരെ ഒരമ്പലത്തിലും എനിക്ക് അങ്ങനെ ഒരു ഫീല് എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓരോ പ്രായത്തിൽ ഓരോ സാഹചര്യങ്ങളനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നതായിരിക്കാം. നമുക്കങ്ങനെ ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ശക്തി തരുമായിരിക്കാം. അപ്പം എനിക്ക് ഭക്തിയുണ്ട്. അത് അത്യാവശ്യം അമ്പലത്തിൽ പോകണം അങ്ങനെയൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷെ ഈ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ സത്യം. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ ഞാൻ എന്നിട്ട് എപ്പോഴും പറയാം, എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട് ഇതേപോലെ, എനിക്ക് അമ്പലത്തിൽ പോയപ്പം അങ്ങനെ ഫീലിംഗ് ഒന്നും ഇങ്ങനെ ഫീലിംഗ് ഒന്നും ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്കെന്താ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇന്ന് അവിടെ നിന്ന് ചിരിക്കുകയൊക്കെ ആയിരുന്നു. ഞാൻ എന്നിട്ട് കുറെ നേരം കഴിഞ്ഞ് തിരിഞ്ഞപ്പോ സൈഡിൽ നിന്നൊരു പെൺകുട്ടി എന്നെ നോക്കി അന്തം വിട്ട് നിൽക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് എൻ്റെ. ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പാൽപ്പായസമൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുടിച്ചില്ല. അവിടെ ചെന്നിട്ട് കുടിക്കാന്ന് വിചാരിച്ചിട്ട് പാൽപ്പായസമായിട്ട് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇത് പാൽപ്പായസം കിട്ടുന്നത് മറ്റേ വാമനമൂർത്തിയുടെ അവിടെ നിന്നാണ്, തൃക്കാക്കര മെയിൻ ഡേറ്റ്. അപ്പുറത്ത് ശിവൻ്റെ അമ്പലത്തിൽ നിന്നാണ് നമ്മൾ ശർക്കരയും മറ്റേ മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ പ്രസാദം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടുമായിട്ട് ഞങ്ങളിങ്ങനെ വിദ്യാനഗർ അച്ഛൻ്റെ അമ്മയുടെ വീടെത്തിയിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് കാണാം. ഇതാണ് തൃക്കാക്കര അമ്പലത്തിലെ വാമനമൂർത്തിയുടെ അവിടെ നിന്നുള്ള പാൽപ്പായസം. കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല പിങ്ക് കളറൊക്കെ ആയിട്ട് നല്ല അസല് മധുരമായിട്ട് നല്ല പാൽപ്പായസമായിരുന്നു കേട്ടോ. അപ്പുറത്തിരുന്നത് മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ പ്രസാദമാണ്. മറ്റേ ഗണപതി ഹോമത്തിനൊക്കെ കിട്ടുന്ന പോലെ തേങ്ങയും ശർക്കരയും ഒക്കെ ആയിട്ടുള്ള അവലും മലരും ഒക്കെ ആയിട്ടുള്ള പ്രസാദം. രണ്ടും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ 4 ഗ്ലാസ്സിൽ എല്ലാവർക്കും ഒക്കെ ആയിട്ട് എടുത്തു പാൽപ്പായസം കുടിക്കാനായിട്ട്. പിന്നെ ആ കൈ ആരുടെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ബർത്ത്ഡേ ബോയ് ആക്രാന്തത്തിൽ ആദ്യം തന്നെ എല്ലാവരും വരുന്നതിന് മുമ്പ് വേഗം തന്നെ പായസം കുടിക്കലും മറ്റേതും എല്ലാം ആദ്യം തന്നെ ഇങ്ങനെ എടുക്കുമായിരുന്നു. പിന്നെ അച്ഛനും അമ്മയൊക്കെ എത്തി. അമ്മ ബാത്റൂമിലായിരുന്നു ഞങ്ങൾ ചെന്നപ്പം, അതാണ് ആദ്യം കാണാൻ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ പായസം കുടിക്കലും ഇത് കഴിക്കലും ഒക്കെ ആയിരുന്നു. ഞാനൊരു ഗ്ലാസ് കുടിച്ചിട്ട് വീണ്ടും വീണ്ടും ആ പായസം എടുത്തുകൊണ്ടിരിക്കും. കാരണം പായസം ഞാനിവിടെ വെച്ചിട്ട് പോയി കേട്ടോ. കാരണം വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ മുരളിയേട്ടൻ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കും. അച്ഛന് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛൻ കുടിച്ചു ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ഉച്ച എടുക്കാറായപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് മുരളിയേട്ടൻ്റെ ബർത്ത്ഡേ ഡേറ്റിൻ്റെ അത് December 14 രാവിലെ മുരളിയേട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് ഇപ്രാവശ്യം ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുരളിയേട്ടന് കുറേ നാളായിട്ട് എന്നോട് റെഡ് വെൽവെറ്റ് കേക്ക് വേണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. ഇവിടെ ഈ നാട്ടിൽ വന്നേ പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മുരളിയേട്ടന് ആഗ്രഹമല്ലേ ബർത്ത്ഡേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഹാർട്ട് ഷേപ്പിലുള്ള 2 കേക്ക് ടിൻ ബട്ടർ ഇട്ടിട്ട് പിന്നെ ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീൻ കേക്ക് ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്യുകയാണ്. അതിനായിട്ട് മൈദ 2.25 കപ്പാണ് ഇട്ടത് സീവറിലോട്ട്. ഇപ്പോൾ ഇടുന്നത് കോൺഫ്ലവർ, അത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇത് ടേബിൾ സ്പൂണിൽ ഞാൻ മെഷറിംഗ് സ്പൂണിലാണ് കേട്ടോ എടുക്കുന്നത്. അടുത്തത് കൊക്കോ പൗഡർ വേണ്ടിയത് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് കേട്ടോ. പിന്നെ അടുത്തത് വേണ്ടിയത് ബേക്കിംഗ് പൗഡർ വേണ്ടിയത് 1 ടീസ്പൂണാണ്. പിന്നെ ബേക്കിംഗ് സോഡ അത് 1/2 ടീസ്പൂൺ മതി. ഇതിപ്പം ടീസ്പൂൺ ആ കറക്റ്റ് 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ മെഷർമെൻറ്റിൽ ഞാൻ ചേർക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അത് വ്യത്യാസം മനസ്സിലാകാത്ത. ലാസ്റ്റ് ചേർത്തത് ഉപ്പ് 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ സീവർ കൂടെ നന്നായിട്ട് സീവ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. 1-2 പ്രാവശ്യം സീവ് ചെയ്തെടുക്കുക കേട്ടോ. അടുത്തത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ആക്കണം. അതിനായിട്ട് 100 ഗ്രാം ബട്ടർ ഇന്ന് ആ ഗ്രീസ് ചെയ്ത ബട്ടറിൻ്റെ ബാക്കി, അതായത് ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ 80 ഗ്രാം ബട്ടർ. പിന്നെ ഷുഗർ ചേർക്കുന്നത് 1.25 കപ്പ്. ഇത് പൊടിച്ച പഞ്ചസാര വേണം എന്നില്ല കേട്ടോ. ഞാൻ മേടിച്ചത് ഇങ്ങനെ പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ടാണ്. അപ്പം 1.25 കപ്പ് പഞ്ചസാരയും പിന്നെ ഓയിൽ, അൺഫ്ലേവേർഡ് ഓയിൽ, വെളിച്ചെണ്ണയല്ല, അത് 1/4 കപ്പ്. അപ്പം ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ബീറ്റ്, ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. പിന്നെ ഇടുന്നത് മുട്ടയാണ്. 3 റൂം ടെമ്പറേച്ചറിലുള്ള വലിയ മുട്ട ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് മുട്ടയുടെ കൂടെ തന്നെ വാനില എസൻസ്, അത് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. അതിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ റെഡ് വെൽവെറ്റ് കേക്ക് അല്ലേ, അപ്പോൾ റെഡ് ഫുഡ് കളർ വേണം. ഞാനിവിടെ ജെൽ ഫുഡ് കളറാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ജെൽ ഫുഡ് കളറും കൂടെ ചേർത്തു. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പോൾ ചേർത്തത്, വിനിഗർ. അത് 1.5 ടേബിൾ സ്പൂൺ. ഇത് ചേർക്കുമ്പോഴാണ് ആ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ വെൽവെറ്റ് ടെക്സ്ചർ വരുന്നത് തന്നെ ഈ വിനിഗർ. ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് അടിക്കുക. മിക്സ് ആക്കി എടുക്കുന്ന ബീറ്റർ വെച്ചിട്ട് അടിച്ചാൽ മതി. ഇനിയും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പോർഷൻ, എല്ലാം കൂടെ ഒറ്റയടിക്ക് ചേർക്കേണ്ട, കുറച്ചായിട്ട് 3 ഭാഗമായിട്ട് കുറച്ച് ചേർക്കുക, ഒന്ന് മിക്സ് ആക്കുക. അങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് ലംസ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഗ്ലൂട്ടൻ ഫോം ചെയ്ത് നമ്മൾ ഒരുപാടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒത്തിരി ഇട്ട് അങ്ങോട്ട് ഇളക്കരുത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ. അപ്പോൾ കേക്ക്
ഹാർഡായി പോകും, ഒട്ടും സോഫ്റ്റ് ആവത്തില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ആക്കുമ്പോൾ എപ്പോഴും കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും പ്രശ്നം വരുന്ന അവിടെയാണ്. എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം കൂടെ മിക്സ് ആക്കുമ്പം കേക്ക് അങ്ങ് ഹാർഡായി പോകും. അപ്പം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നമ്മൾ വളരെ പതുക്കെ, ഞാനിതിപ്പം സ്പീഡ് കൂട്ടിയാണ് ഇത് കാണിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നും, പക്ഷെ ഞാൻ മിക്സ് ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഗ്ലൂട്ടൻ ഫോം ആവും. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത് ബട്ടർ മിൽക്ക് 3/4 കപ്പ്. ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ല കട്ടി മോര്, അതും തണുക്കാത്ത റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം, പിന്നെ പുളിയും പാടില്ല കേട്ടോ. അപ്പം ഞാൻ തൈര് കുറച്ച് മുമ്പ് എടുത്ത് വെളിയിൽ വെച്ചിട്ട് അധികം പുളിപ്പിച്ചില്ല, അതിനകത്ത് ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത് കുറച്ച് പാലും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ആക്കി എടുത്തു കേട്ടോ. അങ്ങനെയാണ് തണുപ്പില്ലാത്ത പുളിയില്ലാത്ത മോരാക്കി, കട്ടി മോരാക്കി എടുത്ത്. ഇല്ലെങ്കിൽ നിങ്ങൾ 3/4 കപ്പ് പാലിലോട്ട് ഇച്ചിരി വിനീഗർ ഒഴിച്ചിട്ട് പുളിപ്പിക്കാൻ വെച്ചിരുന്നാലും മതി, 1 മണിക്കൂറിനാവും. അതും ബട്ടർ മിൽക്കായി. അങ്ങനെ 2 മെത്തേഡും എടുക്കാം. ഞാനിപ്പം ഒറിജിനൽ തൈര് തന്നെ തണുപ്പില്ലാത്ത എടുത്താണ്, ഇച്ചിരി പാലും കൂടെ ചേർത്തു, അപ്പോൾ ആ പുളി അങ്ങ് പോയി കിട്ടുമല്ലോ. അതും കൂടെ ചേർത്ത് ലാസ്റ്റ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത് 2 ബേക്കിംഗ് ട്രേയിലായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന ബേക്കിംഗ് ട്രേയിലായിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി ഇടുക. ഞാൻ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിലും ഈ സെയിം മെത്തേഡ് ചെയ്യാം, പക്ഷേ സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പം 2 ഒരേ സമയത്ത് തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇത് വെച്ചിട്ട് അധികം നേരം വെച്ചിട്ടുണ്ടാക്കാൻ നല്ലതല്ലേ ബാറ്റർ. അപ്പം 2 കേക്ക് സെറ്റപ്പിൽ ഇങ്ങനെ പാത്രമൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഇത് അറിയാമല്ലോ, അപ്പോൾ സ്റ്റൗ ടോപ്പിലും എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവുമല്ലോ. അപ്പം അതേപോലെ തന്നെ ഇതും ചെയ്യാം. പ്രീഹീറ്റ് ചെയ്ത് വെച്ച് പാത്രം അല്ലെങ്കിൽ ഓവൻ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 to 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത് കേട്ടോ. 2ഉം ഒരേ സമയത്ത് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മളിത് വിനീഗറും ബട്ടർ മിൽക്കൊക്കെ ചേർത്തിരിക്കുന്നത് കാരണം പിന്നെ ഈ ബാറ്റർ വെച്ചേ കണ്ട അപ്പം തന്നെ ചെയ്യുന്നതാണ്, ബാക്കി ബാറ്റർ പോലല്ല. പിന്നെ 35-40 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് സ്ക്യൂറോ ടൂത്ത് പിക്കോ ഇട്ടോ ഒന്ന് നടുക്ക് വശം കുത്തി നോക്കുക. നല്ല ഡ്രൈ ആയിട്ട് വന്നു കഴിയുമ്പം അത് ഓവൻ ഓഫാക്കി ഞാൻ പുറത്തെടുത്ത് പിന്നെ കേക്ക് നല്ല തണുക്കാനായിട്ട് മാറ്റി വെക്കണം. കേക്കിൻ്റെ തണുപ്പ് നന്നായിട്ട് പോയിട്ട് വേണം ഇതിനും ഫ്രോസ്റ്റിങ്, പക്ഷെ തണുപ്പല്ല എന്താ പറയുന്നത്, കേക്കിൻ്റെ ചൂട് നന്നായിട്ട്, കേക്ക് തണുക്കാനായിട്ട് വെക്കണം, കേക്കിൻ്റെ ചൂട് നന്നായിട്ട് പോകണം, എന്നിട്ട് വേണം നമുക്ക് ഫ്രോസ്റ്റിങ് നന്നായിട്ട് ചെയ്യാൻ. ഈ ബട്ടർ പേപ്പർ ഇടുന്നതിന് പ്രയോജനം തന്നെ കേക്ക് ഈസി ആയിട്ട് ടിന്നിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് എപ്പോഴും ബട്ടർ പേപ്പറാണ് ഭയങ്കര ഈസി, അല്ലാതെ മറ്റേ മൈദയൊക്കെ ഇട്ട് എടുക്കുമ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കള്ളിപ്പൂച്ച എൻ്റെ കേക്ക് അടിയിൽ നിന്നൊക്കെ തോണ്ടിയെടുത്തു. ഞാൻ പറഞ്ഞു തുടരുന്ന പുള്ളിയേട്ടോ, എനിക്ക് വീഡിയോ എടുക്കേണ്ടതാ, ബർത്ത്ഡേ പോയല്ലേ, ഞാൻ പിന്നെ മിണ്ടിയില്ല, ഞാൻ കണ്ടില്ലെന്നാണ് വിചാരം കേട്ടോ. ഞാൻ പക്ഷേ ഒരു ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കളത്തരം പിടിച്ചതാണ്. അടുത്തത് നമ്മൾ ഇത് റെഡ് വെൽവെറ്റ് ചീസ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം 250 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നതിന് ബീറ്റ് ചെയ്തെടുക്കും. ബട്ടർ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. 4.5 കപ്പ് ഐസിങ് ഷുഗറും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ആ 4.5 കപ്പും കൂടെ ഒരുമിച്ചിട്ടില്ല, ആദ്യം ഓരോ കപ്പ് കുറച്ചായിട്ടാണ് ഇട്ടത്. കാരണം എല്ലാം കൂടെ ബട്ടറിലോട്ട് ഇടുമ്പം അത് പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവില്ല, അപ്പോൾ കുറച്ചായിട്ട് ഇട്ട് 4.5 കപ്പ് ഒരുമിച്ചിട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് ക്രീം ചീസ്. ഇത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ഈ സ്പ്രെഡബിൾ ക്രീം ചീസ് അല്ല, ഇങ്ങനത്തെ കട്ടിയായിട്ടുള്ള കേക്കിനുള്ള ക്രീം ചീസാണ് മേടിക്കേണ്ടത്. മിൽക്കി മിസ്റ്റിൻ്റെ 400 ഗ്രാം ക്രീം ചീസാണ്. അത് കുറച്ച് തണുത്താണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിച്ചിരുന്നത്. ഉണ്ടാക്കുന്നതിന് തലേന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അതും ക്രീം ചീസും കൂടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ചേർക്കുന്നത് ഒരു ചെറിയ നാരങ്ങയുടെ നീര്, പിന്നെ വാനില എസൻസ്. അത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല, വാനില എസൻസ് കൂടിയാലും നല്ലതാണ്. ക്രീം ചീസ് ശ്രദ്ധിക്കണം, സ്പ്രെഡബിൾ ക്രീം ചീസ് അല്ല, ആ കട്ടിയായിട്ട് സ്റ്റിഫായിട്ടുള്ള കേക്കിന് ഉപയോഗിക്കുന്ന ക്രീം ചീസാണ്. കേക്ക് ഫാനൊക്കെ വെച്ച് നന്നായിട്ട് ചൂടൊക്കെ മാറ്റിയെടുത്തിട്ട് ആദ്യം ഒരു കേക്ക് ഇതിലോട്ട് വെച്ചു. നമ്മൾ കേക്ക് ഞാൻ സെർവ് ചെയ്യുന്ന കേക്ക് ടേബിളിലോട്ട് തന്നെയാണ് വെച്ചത്. എന്നിട്ട് നല്ലോണം ചീസ് ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് ഫസ്റ്റ് ലെയർ നല്ല തിക്കായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തു. ഇത് നമ്മൾ നടുക്കൂടൊന്നും വേറെ കട്ട് ചെയ്യുന്നില്ല, അപ്പോൾ ഒരു ലെയറല്ലേ ഉള്ളൂ. അപ്പോൾ നടുക്കത്തെ ലെയർ നല്ല തിക്കായിട്ട് തന്നെ വെച്ചിട്ട് ഒന്നെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ടോ നന്നായിട്ട് നടുക്കും ചുറ്റിനും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കേക്ക് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഞാൻ കേക്ക് ഡെക്കറേഷൻ ഒന്നും എക്സ്പെർട്ട് അല്ല, എനിക്ക് കേക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഈ ഡെക്കറേഷൻ പാർട്ട് 0 എന്ന് പറയാം. എനിക്ക് ഒട്ടും നന്നായിട്ട് കേക്ക് ഫ്രോസ്റ്റിങ്ങോ ഡെക്കറേഷനോ ഒന്നും ചെയ്യാൻ അറിയാത്ത ഒരാളാണ്. സ്ക്രേപ്പർ വെച്ചിട്ട് ഒരുവിധം എല്ലായിടത്തും സ്പ്രെഡ് ആക്കി കഴിഞ്ഞാൽ ഞാനൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്തു. എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ്
ചോക്ലേറ്റ് ചിപ്സ്, മിൽക്ക് ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ട് മുകൾ വശം ഫുള്ളായിട്ട് അത് വെച്ച് കവർ ചെയ്ത് കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കുക എനിക്കതൊന്നും നേരെ ചെയ്യാൻ അറിഞ്ഞിടാത്തതുകൊണ്ട് ഞാൻ പണിക്കൊന്നും പോയില്ല. പിന്നെ സൈഡ് ഇതേപോലെ റെഡ് ഷുഗർ ക്രിസ്റ്റൽസ് മേടിച്ചിരുന്നു കേട്ടോ. അതും വെച്ചിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ആ വൃത്തിയുടെ ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ ഞാൻ ഇതെല്ലാം മേടിക്കാൻ പോകുന്നത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് പ്രിപ്പറേഷൻ വീഡിയോ വരുന്നുണ്ട്. അതിൽ ഞാൻ ഈ കേക്കിനുള്ള സാധനങ്ങളും ക്രിസ്മസ് കേക്കിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണിക്കാൻ കേട്ടോ. ഞാൻ സ്റ്റെയിൻസിൽ നിന്നാണ് ഇതെല്ലാം മേടിച്ചത്. അത് ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഒക്കെ ഉള്ളതാണ്. ഇതേപോലെ ബേക്കിംഗ് ആക്സസറീസും ഒക്കെ കിട്ടുന്നൊരു ഷോപ്പാണ്. പിന്നെ കേക്കൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ ടേബിളിൽ നല്ലൊരു പുതിയ റണ്ണറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് തീമിന് വേണ്ടിയിട്ട് ജസ്റ്റ് മേടിച്ചിരുന്നതാണ്. അപ്പം അത് സെറ്റാക്കി. ഇപ്പം ഞാനിങ്ങനെ ക്രിസ്മസ് ട്രീ ഒന്നും വെക്കാറില്ല. പണ്ട് നന്ദു ഇങ്ങനെ വലിയ ക്രിസ്മസ് ട്രീയും ഫുൾ ഡെക്കറേഷൻ എല്ലാ വർഷവും ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്യുമായിരുന്നു ചെറുതിലേ തൊട്ടേ. പിന്നെ ഓരോ 3 ഫീറ്റ് 5 ഫീറ്റ് അങ്ങനെ ഓരോ വർഷം ഞങ്ങളിങ്ങനെ പല പല ക്രിസ്മസ് ട്രീസ് ആയിരുന്നു. ആരുടെയോ പുള്ളിയേട്ടൻ ഒരു മീറ്റിങ്ങിന് പോയിരുന്നപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ വന്നു കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ കവറിൽ വെച്ചിരുന്നു. താങ്ക് യു. കാണിച്ച് അമ്മ രാവിലെ വിളിച്ചപ്പോഴൊന്നും ഇതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. വീഡിയോയിൽ കാണിച്ച് ഇതാണ് സംഭവം. ക്ലിയർ അല്ല. ഓക്കെ. വൺസ് അഗെയിൻ താങ്ക് യു. വിളിച്ചു പറഞ്ഞേക്ക് കേട്ടോ കിട്ടിയത്. അമ്മയായിരിക്കും രാവിലെ 11 മണിക്ക് കിട്ടിയിട്ട് വന്നിട്ടായിട്ട് അരക്കൊന്നുമില്ല. ഗിഫ്റ്റ് കൊടുക്കാൻ ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. ഇതേ ഗിഫ്റ്റ് നേരത്തെ മുരളിയേട്ടൻ പൊട്ടിച്ചിരുന്നു കേട്ടോ. കാരണം ഞാൻ മുരളിയേട്ടന് മേടിച്ചിട്ട് നേരത്തെ വന്നതാണ്. അപ്പോൾ ഒരെണ്ണം ഇട്ട് നോക്കി കുറച്ച് വലുതാണ്. അപ്പോൾ അത് എക്സ്ചേഞ്ചിന് പോയിട്ട് ഇപ്പോഴാണ് അതിൻ്റെ റിട്ടേൺ വന്ന് തിരിച്ച് പുതിയത് കിട്ടിയത്. 3 എണ്ണം ആണ് ഓർഡർ ചെയ്തത് ഗിഫ്റ്റായിട്ട്. ഒരെണ്ണം ഇനിയും എക്സ്ചേഞ്ച് വരാനുണ്ട്. അപ്പോൾ തൽക്കാലം 2 എണ്ണം ഹാൻഡ് ഓവർ ചെയ്യാണ്. വാ, ഒരെണ്ണം പൊട്ടിച്ചിട്ടില്ല. ഗിഫ്റ്റ് കൊടുക്കുന്ന എന്തൊക്കെയാണ് നിങ്ങളോട് പറയാം. 3 ടീഷർട്ടാണ്. ഒരു മാർക്ക് ആൻഡ് സ്പെൻസർ, ഒരു അലൻ സോളി, ഒരു ലൂയിസ് ഫിലിപ്പി. ലൂയിസ് ഫിലിപ്പി അല്ലേ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്? ഇടുന്ന ആൾക്കെ അറിഞ്ഞൂടാ. പിന്നെ കുഴപ്പമില്ല. ഹാപ്പി ബർത്ത്ഡേ. ഒന്നും കൂടെ ഗിഫ്റ്റ് വരുന്നത് അത് വന്നിട്ടില്ല. 1 more ഗിഫ്റ്റ് വരാനുണ്ട്. അഞ്ചാറ് വർഷം മുമ്പേ തോന്നുന്നു ഈ റെഡ് വെൽവെറ്റ് കേക്ക് വീട്ടിൽ ലാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഏതാണ്ട് ആ സ്റ്റാൻഡേർഡിൽ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ ഗിഫ്റ്റ് കാണിക്കുവാണ്. ചിക്കു. This is just now received ചെയ്താണ് from ചേച്ചി. ചേച്ചി രാജേട്ടൻ ഇപ്പൊ കുറച്ച് മുന്നേ വന്നിട്ട് പോയി. This is from മീനാക്ഷി. മീനാക്ഷി കുട്ടി ചേച്ചിയുടെ കൊടുത്തയച്ച ഗിഫ്റ്റ്. ഇതാണ് 5 സാധനം കിട്ടി. 3 ടീഷർട്ടും 2 ഷർട്ടും. ഓ, അങ്ങനെ ബർത്ത്ഡേ ബോയ് ഹാപ്പി ആയോ? ബർത്ത്ഡേ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ദുഃഖത്തിൽ
നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നല്ല ദുഃഖം. നല്ല ബർത്ത്ഡേ അല്ലേ? സിമ്പിൾ ഹംബിൾ ബർത്ത്ഡേ. ഹംബിൾ എക്സലന്റ് കേക്ക് വൺസ് മോർ പറയാണ്. രക്ഷയുണ്ടായിരുന്നില്ല അത്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 10-15 ദിവസമായിട്ട് നല്ല ഡയറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് മിക്കവാറും മുടങ്ങാനുള്ള എല്ലാ സാധ്യതയും ഞാൻ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ ഇന്ന് ഫുഡ് കാര്യമായിട്ട് കഴിച്ചില്ല. കണക്കിനുണ്ട്. അത് എനിക്ക് അങ്ങനെ ആർക്കും കൊടുക്കാനും തോന്നുന്നില്ല. ചേച്ചിക്ക് കൊടുത്തു, രാജേട്ടന് കൊടുത്തു. അവരൊക്കെ നല്ല കേക്കാന്ന് പറഞ്ഞു. നല്ലായിരുന്നു. ഞാന് ലാസ്റ്റ് ഉണ്ടാക്കിയപ്പോഴും മീനാക്ഷിക്ക് കൊടുത്തായിരുന്നു ദുബായിൽ വെച്ചിട്ട്. പിന്നെ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ബർത്ത്ഡേ അതോടുകൂടി പര്യവസാനിച്ചു. ടൈം ഈസ് 9:15. അപ്പോൾ കുറച്ച് നേരം TV കണ്ടിട്ട് ഇനി നമ്മൾ ഉറങ്ങാൻ പോകും. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാം.